അപ്പോൾ നമുക്കിന്നൊരു സ്രാവ് കറി വെച്ചാലോ. കുറച്ച് സ്രാവ് മീൻ ഫ്രഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2-3 പച്ചമുളക്. മീനിൻ്റെ അളവനുസരിച്ച് ഇതൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ചതച്ചെടുക്കുന്നതും അരിഞ്ഞെടുക്കുന്നതും തമ്മിൽ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ടു. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി സാധനങ്ങളൊക്കെ. പച്ചമുളക് മാത്രം ചതച്ചിട്ടില്ല, അത് അരിഞ്ഞാട്ടോ ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അടുത്തൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇളക്കണം. ഇനി നമുക്ക് പൊടികൾ എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം. അല്ലെങ്കിൽ അടി പിടിച്ച് മൊത്തം കരിഞ്ഞൊരു പരുവാകും. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കണം. പൊടിയെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മൾ മീനെല്ലാം പെറുക്കിയിടുവാണ്. മീനെല്ലാം പെറുക്കിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചൊക്കെ ഒന്ന് വെച്ചിട്ട് മീൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മീൻ തിളച്ചു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഇച്ചിരി പച്ച കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ സ്ട്രോബെറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.